ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ വഴുതനങ്ങ കൊണ്ട് നമ്മൾ കറി വെക്കും, പിന്നെ തോരനും പിന്നെ മെഴുക്ക് പുരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫ്രൈ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് അധികം വേണ്ട, കൂടി പോവരുത്. വഴുതനങ്ങയിൽ അധികം ഉപ്പ് വേണ്ട. പിന്നെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് സുറുക്ക ഒഴിച്ചിട്ടുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് റൗണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങയിൽ നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഓയിൽ ഒഴിക്കുക. അപ്പോൾ വഴുതനങ്ങ നല്ല തിന്നായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ, കുറച്ച് അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തോളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല തിന്നായില്ലുണ്ടെങ്കിൽ. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ വേണ്ടത് കുറച്ച് ഒരു 3-4 ചെറിയ വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് ഈ പൊരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഇടുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ് ഇത് പൊരിച്ചെടുത്താൽ. പിന്നെ കറിവേപ്പില, ഇതിലിപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല, എൻ്റെ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില നിങ്ങൾ നിർബന്ധമായിട്ടും ഇടണം, അത് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ നന്നായി മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടുക. അപ്പോൾ കുറച്ച് ഓയിൽ ഉപയോഗിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ പെട്ടെന്ന് വഴുതനങ്ങ നന്നായി എണ്ണ കുടിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം ചെറിയ തീയിൽ ഇടരുത്, അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ നോക്കുക. അതാ നമ്മുടെ വഴുതനങ്ങ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. മീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല എളുപ്പമായിട്ടുള്ള റെസിപ്പിയായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.